ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ഒരു ലഹരി മുക്തമായ അന്താരാഷ്ട്ര സമൂഹം വെട്ടിപ്പടുക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് തുടരുമ്പോഴാണ് ഈ വർഷത്തെ മയക്കുമരുന്ന് വിരുദ്ധ ദിനം ആചരിക്കുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതും എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യക്തികളുടെ ആരോഗ്യത്തെ മാത്രമല്ല, കുടുംബങ്ങളെയും സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തെയും സാമ്പത്തിക ഭദ്രതയെയും വരെ തകിടം മറിക്കുന്നു. കുട്ടികളിലും കൗമാരക്കാരിലും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയുക എന്നതും ഇവരെ ഇതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നതുമാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. 1987 ഡിസംബർ 7 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയത്. ഒരൊറ്റ MDMA വിൽപ്പനക്കാരൻ കേരളത്തിൽ ഉണ്ടാകുന്നു. എല്ലാ MDMA-കാരനും കേരളം വിട്ടു പോകണം. MDMA-കാരനും ലഹരിക്കാരനും വേര് പിടിക്കാനുള്ള മണ്ണല്ല കേരളമെന്ന് നമ്മളെല്ലാവരും 1 ലക്ഷം ആളുകൾ ഒരേ ശക്തിയോടെ വിളിച്ചു പറയും. അരുത് അക്രമം, അരുത് ലഹരി, അരുതരുതരുത വിവേകം, അരുത് അക്രമം, അരുത് ലഹരി, അണിചേരുക നാം ഒന്നായി. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ SKN40 ഭാഗമായി നടന്ന അരുതക്രമം അരുത് ലഹരി എന്ന പ്രചാരണമാണ് കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിൽ സർക്കാരിന് പ്രചോദനമായത്. 24 തയ്യാറാക്കിയ ലഹരി വിൽപ്പനയുടെ ഉള്ളറകൾ വ്യക്തമാക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ സർക്കാർ നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് നിരവധി സംഘങ്ങൾ അറസ്റ്റിലായി. പുതിയ സർക്കാർ മയക്കുമരുന്ന് ശൃംഖലകൾക്ക് തടയിടാനായി ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടയിൽ 3657 കേസുകളിലായി 3931 പേരെയാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. ലഹരിക്ക് അടിമപ്പെട്ടവരെ കുറ്റവാളികളായി കാണാതെ അവരെ ഒരു രോഗിയായി പരിഗണിച്ച് കൃത്യമായ ചികിത്സയും മാനസിക പിന്തുണയും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരിക കൂടി ഈ ദിനാചരണത്തിന് ലക്ഷ്യമാണ്. മയക്കുമരുന്ന് മാഫിയയുടെ വേരറക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഓരോ മലയാളിയും അണിചേരാൻ ഈ ദിനത്തിൽ 24 ആഹ്വാനം ചെയ്യുന്നു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.